ജർമ്മൻ ഇനി റിസൾട്ടുകൾ എടുത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാഡമി ഇൻ കേരള. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. ഈ സാറ് എടുത്തങ്ങനെയുള്ള പെയിൻ നമ്മളും എടുത്തിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ സിനിമയുടെ പരാജയം വരുമ്പോൾ സാർ അന്ന് എടുത്ത തീരുമാനം ഇന്ന് അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാവും. പക്ഷേ അത്രമാത്രം നെഗറ്റീവുകൾ വരുന്ന കാലഘട്ടം സിനിമയുടെ റിവ്യൂ ആണെങ്കിലും നമ്മൾ മനഃപൂർവ്വം ദ്രോഹിക്കുന്നതിലേക്ക് വരുന്നത്. അങ്ങനെയാണ് ഈ സാറൊക്കെ ആ കാലഘട്ടത്തെ അനുഭവിച്ച് ഇപ്പോൾ പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ നിൽക്കുന്ന വിനീതനൊക്കെ എന്തുമാത്രം പെയിൻ ഉണ്ടായിക്കാണും അല്ലേ? അതെ, അന്ന് ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഇപ്പോൾ സാറോ അല്ലെങ്കിൽ സിയാദിക്കോ എടുത്തൊരു പെയിനിൻ്റെ 100-1 പെയിനൊന്നും ഞാൻ എടുത്തിട്ടുണ്ടാവില്ല ആ സമയത്ത്. പക്ഷേ എന്നാൽ പോലും നമ്മൾ ഭാഗമായൊരു സിനിമ ആളുകൾ കൂടുതൽ എന്താണെന്നറിയോ, നമുക്ക് എന്ത് ഇപ്പോൾ സിനിമ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം അതിൻ്റെ ഓഡിയൻസിലേക്ക് അത് എത്തണം, അത് കൂടുതൽ പ്രേക്ഷകർ കാണണം എന്നുള്ളത് തന്നെയാണ്. സാമ്പത്തിക വിജയം എന്നുള്ളത് അനിവാര്യമാണ് എന്നുള്ളത് പോലെ തന്നെ നമ്മൾ കൂടുതൽ ആളുകൾ ഈ സിനിമ അത് കുറഞ്ഞു പോയതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ആ സമയത്ത് നമ്മൾ ഏറ്റവും കൺസേൺ ആവുന്നത്, കാരണം എനിക്കിതിൻ്റെ ബഡ്ജറ്റ് അറിയില്ല. ആ പ്രായത്തിൽ നമ്മളങ്ങനെ അത്തരം ഡിസ്കഷൻസിലൊന്നും ഞാൻ പോയിട്ടില്ല. പക്ഷേ എനിക്കതറിയില്ല, ഇതിൻ്റെ ബഡ്ജറ്റോ ബിസിനസ്സോ കാര്യങ്ങളോ എനിക്കറിയില്ല. പക്ഷേ ഇത് പ്രേക്ഷകർ കാണാതെ പോയി എന്നുള്ളതായിരുന്നു അന്നത്തെ എൻ്റെ സങ്കടം. അതിനൊരു എന്താ പറയുക, ഏറ്റവും രസകരമായിട്ടില്ല. കാരണം ഇന്ന് എങ്ങനെയാണ് അതിനുള്ള ഒരു സാധ്യത എന്നുള്ള പോലും എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. കാരണം ഇത് വീണ്ടും തിയേറ്ററിൽ കാണാൻ പറ്റും, 4K റെസൊല്യൂഷനിൽ നമുക്ക് അറ്റ്മോസിൽ മിക്സ് ചെയ്ത് കാണാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സമയത്താണ് ഇത് വീണ്ടും ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. തീർച്ചയാണ്. അന്ന് ഒത്തിരി ആർട്ടിസ്റ്റുകൾ അല്ലേ, ബ്രദർ ഉൾപ്പെടെ എത്രയോ ആർട്ടിസ്റ്റുകളാണ്, ഇവരൊക്കെ ഏകീകരിച്ചാണ് ഈ സിനിമ. അപ്പോൾ വലിയ പ്രതീക്ഷയാണ് ഇവരെല്ലാം മനസ്സിൽ വെച്ചിട്ടുള്ളത്. പിന്നീട് സാർ ഈ ചിന്താഗതിയോടൊപ്പം തന്നെ മറ്റുള്ള എല്ലാം അഭിനയിച്ച ആർട്ടിസ്റ്റുകളുമായിട്ട് എന്തെങ്കിലും ആശയവിനിമയം നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു പരാജയത്തിന് ശേഷം? ആദ്യമായിട്ട് ലാലുമായിട്ടാണ്. ലാല റിലീസ് ചെയ്യുന്ന ദിവസം പടം തിയേറ്ററിൽ പ്രദർശനം തുടങ്ങിയ ശേഷം എന്നെ വിളിക്കുന്നുണ്ട്. ലാൽ എവിടെയോ ഷൂട്ടിങ്ങിലാണ്, ഞാൻ ചെന്നൈയിൽ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ എനിക്കിങ്ങനെ കേരളത്തിൽ നിന്ന് ഫോൺ കോൾസ് വരുന്നുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂവരെയൊക്കെ ആയപ്പോഴത്തേക്ക് പടം ആൾക്കാർ എൻജോയ് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട്സാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ലാലിനെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്, ഇൻ്റർവ്യൂവരെയൊക്കെ ഇങ്ങനെ പോസിറ്റീവായിട്ട് റിപ്പോർട്ട്സ് കിട്ടുന്നുണ്ടോ എന്ന് പറയും. പക്ഷേ ആ ഷോ കഴിയുന്നതോടുകൂടി വരുന്ന ഫോൺ കോളുകളുടെ ഫ്രീക്വൻസി കുറഞ്ഞു. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഇതൊരു നല്ല വാർത്ത തരാനില്ലാത്തതുകൊണ്ടാണ് വിളി വരാത്തത്. അതായത് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകുമ്പോൾ എല്ലാവരും ഭയങ്കര ആവേശത്തോടെ വിളിക്കും. ഒരു പടം ഭയങ്കര സക്സസ് ആണ് എന്ന് വരുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോ അല്ലാത്തവരോ ഒക്കെ പല ഭാഗങ്ങളും വിളി വരും. പക്ഷേ ഇതിന് പതുക്കെ വിളികളങ്ങ് കുറഞ്ഞു വന്നു. അപ്പം ഞാൻ മനസ്സിലാക്കി. കാരണം അത് ആദ്യകാലത്തൊന്നും നമുക്കത് തിരിച്ചറിയാൻ കഴിയത്തില്ലായിരുന്നു. ആദ്യകാലത്തൊക്കെ നമ്മൾ സിനിമകൾ വരുമ്പോൾ ആദ്യ ദിവസങ്ങളൊക്കെ ഭയങ്കര അഭിപ്രായങ്ങളോ ഗംഭീരമായിരിക്കുന്നു, നന്നായിരിക്കുന്നു, തരക്കേടില്ല, കുഴപ്പം, ഇതൊക്കെ വിശ്വസിച്ച് നമ്മളിങ്ങനെ കുറേ കാലം ഒരാഴ്ച കഴിയുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് പൊട്ടിപ്പോയി എന്നുള്ളത്. പല സിനിമകൾക്കും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് തന്നെ ഞാൻ മുത്താരംകുന്ന് PO ഇറങ്ങുമ്പോൾ ഞാൻ അന്ന് കോയമ്പത്തൂരാണ് താമസിക്കുന്നത്. അതുകൊണ്ട് പാലക്കാട് വന്നിട്ടാണ് സിനിമ കാണാൻ വന്നത്. പാലക്കാട് ഞാൻ വന്ന് പ്രിയ തിയേറ്ററിലാണ് ഈ സിനിമയുടെ റിലീസുള്ളത്. അത് ആ കോംപ്ലക്സിൽ ചെറിയ തിയേറ്ററാണ് പ്രിയദർശിനിയാണ് വലിയ തിയേറ്റർ. തൊട്ടപ്പുറത്ത് അരോമ തിയേറ്ററുണ്ട്. പ്രിയദർശനിലും അരോമയിലും അന്നത്തെ 2 സൂപ്പർ ഹിറ്റ് ഡയറക്ടർമാരുടെ സൂപ്പർ ഹിറ്റ് ആക്ടേഴ്സുള്ള സിനിമയാണ്. ഒന്ന് ജോഷി സാറിൻ്റെ ഒന്നിങ്ങനെ വന്നെങ്കിൽ, അതിന് നദിയ മൊയ്തുൻ്റെ 2ാമത്തെ സിനിമ ഒക്കെ വെച്ചിട്ട് ശങ്കർ അങ്ങനെയൊക്കെയുള്ള വലിയ താരനിര. അടുത്ത തിയേറ്ററിൽ ബേബി ശാലിനി ഡബിൾ റോളിൽ അഭിനയിക്കുന്ന സാജൻ ഡയറക്റ്റ് ചെയ്ത ഒന്നിങ്ങി വന്നെങ്കിൽ അല്ല ഒരു നോക്ക് കാണാം. ഈ 2 സിനിമകൾ ഓടുകയാണ്. നല്ല മഴയുള്ളൊരു ജൂൺ 21. ഞാൻ അവിടെ ആ തിയേറ്ററിൽ ചെല്ലുമ്പോൾ അപ്പോൾ ഒരു നൂൺ ഷോ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ പെരുമഴയത്തും കുട പിടിച്ച് 2 തിയേറ്ററും ഭയങ്കര ക്യൂ നിൽക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്കായിട്ടാണ് എൻ്റെ തിയേറ്റർ. അവിടെ ആരുമില്ല, ഞാനോ വരാതെ നിൽപ്പുണ്ട്. അപ്പോൾ ഭയങ്കര തിരക്കും മഴയും ആൾക്കാരും ഒക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ഞാനോ വരാതെ നിന്ന്. അപ്പോൾ അവിടെ ഒരു ക്യാൻറ്റീൻ പയ്യനുണ്ട്. ഞാൻ അവൻ്റെ അടുത്ത് പോയി ചോദിച്ചു എങ്ങനെയുണ്ട് ഈ പടമെന്ന് ചോദിച്ചു. അപ്പോൾ ന്യൂൺ ഷോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞാൽ ഇതൊരു ഗുസ്തിപ്പടമാണ് സാർ അപ്പുറത്തെ പടം പോയി കാണാം, അത് 2ഉം കൊള്ളാമെന്ന് പറഞ്ഞു. ആദ്യമായിട്ട് എനിക്ക് എൻ്റെ സിനിമയ്ക്ക് കിട്ടുന്നത് റിവ്യൂ ആണ്, ഒരു ക്യാൻറ്റീൻകാരൻ പയ്യൻ്റെയാണ്. ഇത് കാണേണ്ടത് അവരെന്നെ അറിയില്ലല്ലോ. അപ്പം ഞാൻ എന്നിട്ട് അപ്പം തന്നെ നമ്മൾ തകർന്നു. ആദ്യത്തെ റിവ്യൂ പാലക്കാട് പ്രിയ തിയേറ്ററിലെ അന്നത്തെ ഒരു ചായക്കടക്കാരൻ പയ്യൻ്റെ കയ്യിൽ നിന്നാണ്. പക്ഷേ തിയേറ്ററിനകത്ത് കയറിയപ്പോൾ മറ്റിടത്ത് ടിക്കറ്റ് കിട്ടാത്ത കുറച്ച് ആൾക്കാർ കൂടെ കയറിയിരിപ്പുണ്ട്. അപ്പോൾ അവരൊക്കെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ റെസ്പോൺസ് നമുക്ക് കിട്ടുന്നത് കണ്ടവർക്ക് അത് രസിപ്പിക്കുന്നുണ്ടെന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ അവിടുന്ന് തുടങ്ങിയിട്ട്
പതുക്കെ പതുക്കെ നമ്മൾ ഈ ആദ്യം കിട്ടുന്ന വാർത്തകൾ ശരിയാണെന്ന് ധരിച്ചു വന്നിരുന്നു. പിന്നീടാണ് പലപ്പോഴും മനസ്സിലാകുന്നത് നമുക്ക് ആദ്യം കിട്ടിയ റിപ്പോർട്ട്സുകളൊന്നും ശരിയായ റിപ്പോർട്ട് നമ്മളെ സമാധാനിപ്പിക്കപ്പോൾ കുഴപ്പമില്ല, നല്ലതാണ് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഞാൻ തരക്കേടില്ല എന്ന് കേട്ടാൽ ഞാൻ തരക്കേടില്ല അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പടം പോയി എന്നുള്ളതാണ്. തരക്കേടില്ല എന്ന് പറഞ്ഞാൽ പടം പോയി. നമ്മളെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി പറയുന്നൊരു വാക്കാണ് തരക്കേടില്ല. അല്ലെങ്കിൽ അയക്കോ ഗംഭീരമെന്ന് പറഞ്ഞൂടെ. ഗംഭീരമാണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് കുഴപ്പമില്ല, ഇത് രക്ഷപ്പെട്ടു എന്ന് പറയും. തരക്കേടില്ല, കുഴപ്പമില്ല, ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനത്തെ ചില കാറ്റഗറൈസേഷനും ചില വിലയിരുത്തലുകളൊക്കെ വരുമ്പോൾ ഇതിനകത്ത് അല്ലെങ്കിൽ ഒറ്റയടിക്ക് പറഞ്ഞാൽ ഗംഭീര പടം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു റിപ്പോർട്ട് എനിക്ക് വരുന്നത് ഓഗസ്റ്റ് 1 ഓഗസ്റ്റ് 1 ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഗംഭീര പടമാണ്, ഇത് 100 ദിവസം ഓടിയിരിക്കുന്നു. അപ്പോൾ എനിക്കത് ധൈര്യമായി, അത് സംഭവിച്ചു. അങ്ങനെ തന്നെ സംഭവിച്ചു. മറ്റ് പല പടങ്ങളും നമുക്ക് ഇത്തരം ഫീഡ്ബാക്ക്സ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് കുറച്ചാൾ നടത്തും. പിന്നെ നമ്മളിത് റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് വളരെ താമസിച്ചു. ഈ സിനിമയെ നമ്മൾ പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടി. കാരണം അതിന് തരക്കേടില്ല എന്ന് പോലും പറയാൻ ആളില്ലാതായിപ്പോയി. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് അറിയോ, ആ സമയത്ത് ലാലേട്ടൻ്റെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു. ഇപ്പം എനിക്കറിയാം നമ്മുടെയൊക്കെ ആ കാലത്തൊക്കെ ഒരു ഫെസ്റ്റിവൽ വരുമ്പോൾ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും സിനിമകൾക്ക് നമുക്ക് വെയിറ്റിംഗ് ആണ്. അപ്പോൾ മാത്രമല്ല ആ സമയത്തുള്ള ലാലേട്ടൻ അതിന് മുമ്പ് ചെയ്തിരിക്കുന്ന നരസിംഹമായാലും അങ്ങനെ ഒരു ഭയങ്കര ഒരു ആക്ഷൻ സിനിമകൾ, പിന്നെ ഭയങ്കര റൊമാൻറ്റിക് സിനിമകൾ. അപ്പോൾ അങ്ങനെയുള്ള സിനിമകളിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്തൊരു ജോണർ കൺഫ്യൂഷൻ ഉണ്ട് പ്രേക്ഷകർക്ക്. അത് ആ സമയത്ത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റിയിട്ടില്ല. കാരണം നേരത്തെ സാറ് പറഞ്ഞതുപോലെ ലാലേട്ടൻ ഒരു താരവുമാണ്, അതോടൊപ്പം ഒരു മികച്ച നടനുമാണ്. അപ്പോൾ അദ്ദേഹത്തിലെ നടനെയാണ് അല്ലെങ്കിൽ ആ നടനാണ് ഈ സിനിമ ചൂസ് ചെയ്തത്. അല്ലാതെ ഒരു താരം എന്നുള്ള രീതിയിൽ എനിക്ക് ഒരുപാട് എൻ്റെ ഫാൻസിനെ സന്തോഷിപ്പിക്കാനുള്ള ഒരു ക്യാരക്ടറാണെന്നുള്ള തിരിച്ചറിവിലല്ല. ഇതൊരു ഗംഭീര സിനിമയാണെന്നും ഈ സിനിമയിൽ എനിക്ക് വിശാൽ കൃഷ്ണമൂർത്തി എന്നുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ എനിക്ക് ആ സിനിമ ചെയ്യണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ്. അന്ന് ഇങ്ങനെയല്ല ക്യാരക്ടറെങ്കിൽ പോലും ഈ സിനിമയുടെ ഭാഗമാകുന്നുള്ള അത് നടൻ എന്നുള്ള രീതിയിലാണ് ലാലേട്ടനെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഹൈദരാലിയുടെ പിറകിലിരിക്കുന്ന ഞാൻ ആ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കും, എന്ത് രസമായിട്ടാണ് ലാലേട്ടൻ ആ സീൻസൊക്കെ പെർഫോം ചെയ്തിട്ടുള്ളത്. നമുക്ക് അദ്ദേഹം ഒരു മ്യൂസിഷ്യൻ ആണെന്നേ നമുക്ക് തോന്നുള്ളൂ. അപ്പം അത്തരത്തിൽ അങ്ങനെയുള്ളൊരു അവസരമായിട്ടാണ് അതിനെ കാണേണ്ടത്. തീർച്ചയായിട്ടും ഒത്തിരി സാറിനോട് ഇരുന്ന ഒത്തിരി ചരിത്രങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒന്നും തിരിച്ചു പറയാൻ പോലും കേട്ടോണ്ടിരിക്കാൻ നമുക്കൊക്കെ ആഗ്രഹം. ഒത്തിരി കഷ്ടപ്പാടിലൂടെ അല്ല സിനിമയുടെ ജീവിതത്തിൽ മറ്റല്ല സിനിമയായിട്ട് വന്നിട്ട് ഒത്തിരി തിരിച്ചറിവുകളുള്ള ഒരു വ്യക്തിയാണ്. ആ സിനിമ നമ്മൾ അന്ന് പരാജയം ആരോട് എന്തോ പറയാനെന്ന് പറഞ്ഞ ആ പുതിയ പ്രേക്ഷകരോട് പറയാൻ വേണ്ടി സിനിമ വരുവാണ്. റിലീസ് ജൂലൈ 26-ാം തീയതി ആണ് വെച്ചിരിക്കുന്നത്. ഈ വരുന്ന വെള്ളിയാഴ്ചയാണ്. പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിക്കും സാർ. കാരണം ഇപ്പോഴത്തെ പ്രേക്ഷകർ അന്നത്തെ പോലെ അല്ല. അന്നത്തെ പ്രേക്ഷകർ വേറെ വ്യൂവാണ്, അവരെ നമുക്ക് കുറ്റം പറയുന്നില്ല. പടം ഇഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത് നമ്മളിൻ്റെ അപ്ഡേറ്റ് വരുന്നതോറും കാണാനുള്ള ആകാംക്ഷ കൂടുന്നു. ഞാനൊക്കെ ഈ പടം ഇറങ്ങുമ്പോൾ എനിക്ക് കാസറ്റ് ലൈബ്രറിയാണ്, വീഡിയോ കാസറ്റ് ലൈബ്രറി. അന്നൊക്കെ ഫാമിലി എടുത്തുകൊണ്ട് പോയി കാണുന്നതാണ്. കാസറ്റ് ലൈബ്രറി വീഡിയോ കാസറ്റ് ഇറങ്ങുമ്പോൾ എടുത്തുകൊണ്ട് പോയി കാണുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷെ അന്ന് ഫാമിലി പോയിട്ട് കൊള്ളില്ല എന്ന് പറഞ്ഞില്ല, കാസറ്റ് വന്ന ഉടനെ കാണുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതുപോലെ ഈ കാലഘട്ടത്തിൽ ആളുകൾ കാണട്ടെ സാറ് അന്ന് ഞാൻ സിനിമ വേണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എത്ര നല്ല സിനിമ നഷ്ടപ്പെട്ടാലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പലതും ആലോചിക്കേണ്ടതായി വരും. ഒന്ന് നമ്മൾ പുറകോട്ട് പോയാൽ പിന്നീട് കൈപിടിച്ച് വരുത്താൻ ഒത്തിരി സുഹൃത്തുക്കളുണ്ടാവും, ഒത്തിരി പ്രേക്ഷകരുണ്ട് ആ സാറിൻ്റെ സിനിമയ്ക്ക്. അത് തന്നെയാണ് ഈ സിനിമ വീണ്ടും വരുന്നത്. അത് ലാലേട്ടൻ പറഞ്ഞ ആ ലാബിൽ നേരത്തെ പറഞ്ഞ ലാബിൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഈ നെഗറ്റീവ് മാത്രം അവിടെ കിട്ടിയെങ്കിൽ എന്തോ ഭാഗ്യം, ദൈവാനുഗ്രഹം ഈ സിനിമയ്ക്കുണ്ട്. ആ ദൈവാനുഗ്രഹം പോലെ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. അന്ന് പോയ പൈസ ഇന്നിപ്പോൾ ഇതിൽ മുടക്കിയ പൈസ തിരിച്ചു കിട്ടട്ടെ. അതിനുവേണ്ടി കൂടെ നിൽക്കും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാ ആശംസ സാർ. താങ്ക് യു. ജർമ്മൻ ഇനി റിസൾട്ടുകൾ എടുത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാഡമി ഇൻ കേരള. വേറൊരു റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ.